വിശുദ്ധ കുർബാനയിലും മറ്റ് ആരാധനക്രമ ശുശ്രൂഷകളിലുമുള്ള സംഗീതം കേവലം ഒരലങ്കാരമല്ല എന്നും മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും വിശ്വാസികളെ വിശുദ്ധീകരിക്കുവാനുമുള്ള പ്രാർത്ഥനയുടെ ഭാഗമാണെന്നും ലിയോ 14 മാർപ്പാപ്പ കഴിഞ്ഞ ദിവസം വത്തിക്കാനിൽ നടന്ന പൊതുകൂടിക്കാഴ്ച വേളയിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ സാക്രോസാന്റിയം കൺസിലിയം എന്ന പ്രമാണരേഖയെ ആസ്പദമാക്കിയാണ് മാർപ്പാപ്പ തന്റെ പ്രബോധനം നൽകിയത്. സഭയുടെ സംഗീത പാരമ്പര്യം അളവറ്റ മൂല്യമുള്ള നിധിയാണെന്ന് മാർപ്പാപ്പ ചൂണ്ടിക്കാട്ടി. സ്നേഹിക്കുന്നവരാണ് പാടുന്നത് എന്ന വിശുദ്ധ അഗസ്റ്റിന്റെ വാക്കുകൾ ഓർമ്മിപ്പിച്ച മാർപ്പാപ്പ ആരാധനക്രമ സംഗീതം വിശ്വാസികളുടെ ഹൃദയങ്ങളെ ദൈവത്തോടും പരസ്പരം ചേർന്ന് നിൽക്കുവാൻ സഹായിക്കുന്നുവെന്ന് വ്യക്തമാക്കി. ലിറ്റർജിക്കൽ സംഗീതം വെറും ഫാഷനുകൾക്കോ വ്യക്തിഗത താൽപ്പര്യങ്ങൾക്കോ അനുസരിച്ചുള്ളതാകരുത്. അത് ലളിതവും എന്നാൽ ഉയർന്ന സംഗീത നിലവാരമുള്ളതുമായിരിക്കണം. ദൈവവചനത്തിലും സഭയുടെ പാരമ്പര്യത്തിലും അധിഷ്ഠിതമായിരിക്കണം വരികൾ. സഭയുടെ പരമ്പരാഗത സംഗീത രൂപമായ ഗ്രിഗോറിയൻ ചാൻഡിന് സഭ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. അതേസമയം വിവിധ സംസ്കാരങ്ങളിലെ സംഗീത രീതികളെ സഭ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും ആരാധനയുടെ ഗൗരവത്തെയും പരിശുദ്ധിയെയും തരം താഴ്ത്തുന്ന ശൈലികൾ ഒഴിവാക്കപ്പെടണമെന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. വൈദിക പഠന സെമിനാരികളിലും സന്യാസ ഭവനങ്ങളിലും മറ്റ് കത്തോലിക്ക സ്ഥാപനങ്ങളിലും ആരാധനക്രമ സംഗീതത്തിൽ കൃത്യമായ പരിശീലനം നൽകണമെന്ന് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു.